മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നോക്കേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ? 2 identical prisms with right triangles as bases are joined to form a rectangular prism as in the picture below. എന്താ പറഞ്ഞത്? 2 ഐഡന്റിക്കൽ റൈറ്റ് ട്രയാങ്കിൾ, അതായത് റൈറ്റ് ട്രയാങ്കിൾ പറഞ്ഞാൽ എന്താണ്? മട്ടത്രികോണം അല്ലേ? മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിളുള്ള ഒരു ട്രയാങ്കിള്, ഇങ്ങനെ 2 ട്രയാങ്കിൾ ചേർത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ഉണ്ടാക്കി? ഒരു റെക്ടാങ്കുലർ പ്രിസം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ബേസുകൾ, 2 മട്ടത്രികോണമായിട്ടുള്ള 2 ട്രയാങ്കിൾസ് ചേർത്തിട്ട് നമ്മൾ ഒരു ചതുര സ്തംഭം ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, അതിൻ്റെ കൂടെ ഒരു മട്ടത്രികോണം, ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനെ ഒരു ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇവിടെ റൈറ്റ്, ഈ 2 ട്രയാങ്കിളും ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കി? ഇങ്ങോട്ട് ഇതിന് കൂടി ഇതേപോലത്തെ ഒന്നും കൂടി ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ചതുര സ്തംഭം അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്രിസം ഉണ്ടാക്കി. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കുലർ പ്രിസം? നമ്മൾക്ക് എന്താ നമുക്ക് കാണേണ്ടത്? ഈ റെക്ടാങ്കുലർ പ്രിസത്തിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്കിതാ ഈ പിക്ചറിൽ ഞാനിതാ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് വരയ്ക്കുകയാണേ. ഇപ്പൊ നമ്മൾ റൈറ്റ് ട്രയാങ്കിള് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു വേറെ റൈറ്റ് ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണേ. ഇതാ ഇങ്ങനെ 2 റൈറ്റ് ട്രയാങ്കിൾസ് കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചതുരം കിട്ടും അല്ലേ? 2 ട്രയാങ്കിൾ ചേർന്ന് ഇങ്ങനെ ഇത് 2 ജോയിൻ ആയാൽ നമുക്ക് ചതുരം കിട്ടി. ആദ്യം ഈ ഒരു പ്രിസത്തിന്റെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇത് 15 എന്നത് എന്താണ്? ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ വീതി ഭാഗം, ഈ ഒരു ഭാഗം എത്രയാണ്? ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ഭാഗം 12 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് തന്നത് എന്താ? നമുക്ക് എഴുതാം. അപ്പോൾ ഈ പ്രിസത്തിന്റെ എല്ലാം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ലെങ്ത് എവിടെ? ലെങ്ത് നമുക്ക് ഇതാണ് ലെങ്ത്. അതായത് ഈ ഒരു സംഭവത്തിന് ലെങ്ത് നമ്മൾ ഇതാക്കി എടുത്തു. അപ്പൊ എത്ര? 12 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതിയാണ്. അത് 5 സെന്റിമീറ്റർ കിട്ടി. അതുപോലെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഉയരം, ഇത് 15 സെന്റിമീറ്റർ കിട്ടി. ലെങ്ത് നീളം, ബ്രെഡ്ത്ത് വീതി, ഹൈറ്റ് ഉയരം, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് എന്താണ്? ടോട്ടൽ സർഫേസ് ഏരിയ, അതായത് എന്താണ്? ആകെ ഉപരിതല പരപ്പാണ് നമ്മൾ കാണേണ്ടത്. ടോട്ടൽ സർഫേസ് ഏരിയ നമുക്ക് കാണണം. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടോട്ടൽ സർഫേസ് ഏരിയ? അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ടോട്ടൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞാൽ ലാറ്ററൽ സർഫേസ് ഏരിയ, അതായത് ലാറ്ററൽ സർഫേസ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സൈഡിലുള്ളത്, മുകളിലും താഴെ ബേസ് അല്ലാത്തതിന്റെ ഏരിയ പ്ലസ് 2 ഇൻറ്റു 2 ബേസിന്റെ ഏരിയ, 2 ഇൻറ്റു ബേസ് ഏരിയ. അപ്പൊ ലാറ്ററൽ സർഫേസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഉപരിതല പരപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർശ്വപരപ്പ് പ്ലസ് 2 ഇൻറ്റു പാദപരപ്പ്. നമുക്കപ്പോൾ എന്ത് കാണണം? ആദ്യം നമ്മൾ ഇത് കാണുമെങ്കിൽ ആദ്യം നമ്മൾ ലാറ്ററൽ സർഫേസ് ഏരിയ കാണണം അല്ലേ? അപ്പൊ നമുക്ക് ലാറ്ററൽ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് പാർശ്വപരപ്പ് എന്ന് പറഞ്ഞാൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അപ്പോൾ ആദ്യം ലാറ്ററൽ സർഫേസ് ഏരിയ ആണ് നമുക്ക് എന്ത് കാണണം? ബേസ് പെരിമീറ്റർ ആദ്യം കാണണം അല്ലേ? ബേസ് പെരിമീറ്റർ കണ്ടിട്ട് അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലാറ്ററൽ സർഫേസ് ഏരിയ കിട്ടുക. അപ്പോൾ ആദ്യം എന്ത് കാണണം? നമ്മൾ ടോട്ടൽ സർഫേസ് ഏരിയ കാണാം, ആദ്യം നമ്മൾ ലാറ്ററൽ സർഫേസ് ഏരിയ കാണാം. ലാറ്ററൽ സർഫേസ് ഏരിയ ആണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബേസ് പെരിമീറ്റർ കാണാം. അപ്പം ബേസ് പെരിമീറ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഇവിടെ ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാദ ചുറ്റളവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതാണ് നമുക്ക് ഇയാളുടെ എല്ലാട്ടോ കാണേണ്ടത്. ഇതേ ഇങ്ങനത്തെ ഒന്നും കൂടി ഇവിടെ ചേർത്ത് ചെറുതാ. ഇതാണ് ഫസ്റ്റത്തെ ഇയാൾ വരച്ചത്. ഇങ്ങനത്തെ ഒന്നും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ട്? ടോട്ടൽ സർഫേസ് ഏരിയ കണ്ട്. അപ്പോൾ നമ്മൾ ബേസ് പെരിമീറ്റർ ആരുടെ കണ്ടത്? ഇവിടെയാണ് കണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബേസ് ഏതാണ്? ഇവിടെയുള്ള ബേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ചതുരം അല്ലേ? അതേപോലെ താഴെ ഉണ്ടാവും ഒരു ചതുരം ഇല്ലേ? ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് അല്ലെ? അപ്പൊ ഒരു ചതുരം അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ സൈഡ് ആണെങ്കിൽ ഇതും എന്തായാലും ഇത് നമുക്ക് നോക്കുക 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 12 ആവും. ഇത് 12 ആണ്. നേരെ ഓപ്പോസിറ്റ് ഇവിടെയും എന്തായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 12 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇത് 12 ആയിരിക്കും.
ഇനി ഇതാ ഇവിടെ ഈ സൈഡ് എത്രയാണ് 5 നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 5 ആണ്, ഇതിന് ഓപ്പോസിറ്റിലെ 5 ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരു ചതുരം വരച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും. ഈ സൈഡിന് ഈക്വൽ, ഈ സൈഡ്, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ചതുരത്തിന്റെ പ്രത്യേകത അല്ലേ. അപ്പോൾ നമുക്ക് പാത ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു എൽ പ്ലസ് ബി. 2 ഇൻറ്റു എൽ പറഞ്ഞാൽ ലെങ്ത് നീളം, ബി പറഞ്ഞാൽ ബ്രെഡ്ത്ത് വീതി. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഇവിടെ 12 ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എത്രയാണ്? 5 ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 12 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 5 അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ല ഇങ്ങനെയും ചെയ്യാം. 2 ഇൻറ്റു 12 പ്ലസ് 5 എന്ന് ചെയ്തു. അപ്പോൾ ഈക്വൽ ടു 12 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 5 കൂട്ടിയാൽ 17 അല്ലേ. 2 ഇൻറ്റു 17. അപ്പോൾ 2 ഇൻറ്റു 17 പറഞ്ഞാൽ 2 ഇൻറ്റു 7 14. 1 ഇൻറ്റു 2 2 പ്ലസ് 1 34 സെന്റിമീറ്റർ ആണ് എന്ത് കിട്ടിയത് നമുക്ക്? ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാത ചുറ്റളവ്. ഇനി നമുക്ക് ഹൈറ്റ് അറിയാലോ. നമുക്ക് എന്താണ് നമ്മുടെ ലാറ്റർ സർഫേസ് ഏരിയ കാണാൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 15 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടാൽ തന്നെ അറിയാം അല്ലേ. അതിന് നമുക്ക് അപ്പോൾ എന്ത് കാണാം? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലാറ്ററൽ സർഫേസ് ഏരിയ കാണാം. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ലാറ്ററൽ സർഫേസ് നമ്മൾ LSA എന്ന് എഴുതാം കേട്ടോ. LSA ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ബേസ് പെരിമീറ്റർ 34 കിട്ടി, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? നമുക്ക് 15 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 34 ഇൻറ്റു 15 ആണ് നമുക്ക് എന്ത് കിട്ടുക? ലാറ്ററൽ സർഫേസ് ഏരിയ കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 34 ഇൻറ്റു 15, 5 ഇൻറ്റു 4 20, റിമൈൻഡർ 2, 3 ഇൻറ്റു 5 15 പ്ലസ് 2 17, 1 ഇൻറ്റു 4 4, 1 2 3 3 0, 7 പ്ലസ് 11 1 5. 510 കിട്ടിയ ആൻസർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ലാറ്റർ സർഫേസ് ഏരിയ കിട്ടി 510. സർഫേസ് ഏരിയ അതുകൊണ്ട് യൂണിറ്റ് സ്ക്വയർ. അപ്പോൾ 510 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. കഴിഞ്ഞ പണി? ഇല്ലല്ലോ. നമ്മൾ എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്ക് ഈ ലാറ്റർ സർഫേസ് ഏരിയ അല്ലേ കിട്ടിയത്. ഇനി നമ്മൾ എന്ത് കാണണം? നമുക്ക് ലാറ്റർ സർഫേസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ബേസ് ഏരിയ കാണണ്ടേ. അപ്പോൾ നമുക്ക് ബേസ് ഏരിയ കണ്ടുനോക്കാം. ഇവിടുത്തെ ബേസ് എന്താണ്? ഇവിടെ ബേസ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരാണ് അല്ലേ. അപ്പോൾ ഇവിടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇത് കാണണം? നമ്മൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണണം. അതല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവല്ലേ കാണണ്ടേ. ചതുരത്തിന്റെ പരപ്പളവ് കാണണം. അപ്പോൾ ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് എന്താണ്? നീളം ഇൻറ്റു വീതി. ഇതാണ് നമ്മളെ ചതുരത്തിന്റെ ബേസ് ഏരിയ. നമുക്ക് ബേസിനനുസരിച്ച് മാറും കേട്ടോ. ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ ഏരിയ എടുക്കണം. ഇവിടെ നമ്മൾ എന്താണ്? നമ്മളെ ബേസ് ഇവിടെ ഒരു ചതുരമാണ്, റെക്ടാങ്കിൾ ആണ്. അതുകൊണ്ട് നമ്മൾ നീളം ഇൻറ്റു വീതി എടുക്കും ഇവിടെ. അപ്പോൾ L ഇൻറ്റു ബി എന്ന് എഴുതാം. L ഇൻറ്റു ബി. ഇവിടെ ലെങ്ത് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? ലെങ്ത് നമുക്ക് 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാണാം? ബേസ് ഏരിയ എന്താണ്? 12 ഇൻറ്റു 5 ചെയ്യാം. 2 ഇൻറ്റു 5 10, റിമൈൻഡർ 1 ഇൻറ്റു 5 5 പ്ലസ് 1 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബേസ് ഏരിയ ആയതും കൂടി യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 60 സെന്റിമീറ്റർ സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് വേണ്ട കാരണമൊക്കെ നമ്മൾ ഒരുക്കി വെച്ചു. എന്ത് കാണാൻ? ടോട്ടൽ സർഫേസ് ഏരിയ അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പ് കാണേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവച്ചില്ലേ. ഇനി എല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വൺ ടൈം കൂടി നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. എന്താണ്? ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു ലാറ്ററൽ സർഫേസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. അതെ, ലാറ്ററൽ സർഫേസ് ഏരിയ നമുക്ക് എത്ര കിട്ടിയത്? ഇതാ ഇവിടെ ലാറ്ററൽ സർഫേസ് ഏരിയ നമുക്ക് 510 കിട്ടിയിരുന്നു. നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ നമുക്ക് ലാറ്ററൽ സർഫേസ് ഏരിയ ഈക്വൽ ടു 510 കിട്ടി. അതുപോലെ ബേസ് ഏരിയ അല്ലെങ്കിൽ പാത പരപ്പളവ് നമുക്ക് എത്ര കിട്ടിയത്? നമുക്കിത് അവിടെ 60 കിട്ടിയിട്ടുണ്ട്. 60 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതെന്താ ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ 510 പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ എത്രയാണ്? 60. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈക്വൽ ടു 510 പ്ലസ് 2 ഇൻറ്റു 60 പറഞ്ഞാൽ ആദ്യം ഒരു 0 ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു 6 എത്രയാണ്? 12 ആണ്. അപ്പോൾ 120. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് 0 0, 1 പ്ലസ് 2 3, 5 പ്ലസ് 1 6, 630 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായത് നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ കണ്ടാൽ ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷേ ആളെന്താണ്? പുലി പോലെ തോന്നിയാലും ചെയ്യുമ്പോൾ ഒരു വെറും എലി പോലെയാണല്ലേ. സിമ്പിളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒരു ഇതുമില്ല ഇവിടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാം.
അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.